എന്ത് നല്ല കാറ്റായത്. എത്ര നാളെ ഇവിടെ വരണമെന്ന് ഓർത്തിട്ട്. അതെങ്ങനെയാ? ചേട്ടന് സമയം കിട്ടണ്ടേ? ഞാൻ എന്ത് ചെയ്യാനോ, എന്റെ ജോലി അങ്ങനെയായി പോയി. ജോസും ശീലയല്ലേ ഈ പറഞ്ഞ? ആ തോമന്റെ കുറെ നാളായി കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? പണി ഞാൻ തരാം. ഓ മൈ ഗോഡ്, എന്ത് നല്ല രസമാണ് ഇവിടുത്തെ. എവിടുന്നാ മേടിച്ചേ? എന്റെ പപ്പ ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്നതാ. എങ്ങനെ സഹായിക്കുന്നില്ല, എന്ത് ചെയ്യാൻ? എന്താ? ഒന്നുമില്ല, നല്ലതാന്ന് പറഞ്ഞ. അതൊക്കെ പോട്ടെ. ഈസ്റ്റർ എന്തൊക്കെയാ പ്ലാൻ? പ്രത്യേകിച്ചൊന്നുമില്ല. രാവിലെ ഒരപ്പം സ്റ്റൂ ഉണ്ടാക്കണം, ഉച്ചയ്ക്ക് ഒരു ബിരിയാണി. നിനക്ക് എന്തൊക്കെയാ പ്ലാൻ? ആ, പപ്പയും മമ്മിയും വീട്ടിൽ വരും. അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം. ഞാൻ പണിയെല്ലാം നേരത്തെ തീർത്തു വെക്കും. അന്ന് നല്ലൊരു സിനിമ വരുന്നുണ്ട് ടിവിയിൽ. അതൊരു സിനിമയാ? ടൈറ്റാനിക്. അന്ന് ടിവിയിൽ ആ സിനിമയാ. ഓ, ടൈറ്റാനിക്കിൽ പോയിട്ട് എത്ര സുഹൃത്തുക്കളുണ്ടെന്ന് അറിയാമോ? അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചില്ലേ ആ യാത്ര? അതെന്താ സംഭവിച്ചേ? ആ, ഞാൻ വിശദമായി പറയാം. നീ അറിഞ്ഞോ മേലെ മനസ്സ് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ മേലെ മനസ്സ് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. എനിക്ക് വയ്യ. ദയാള് പിന്നെയും തുടങ്ങി. ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. എന്തുവാടാ ഇവിടെ കിടന്ന് പിറവിക്കുന്നത്? അതെ സാറേ, കപ്പൽ യാത്ര തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എത്ര മൈലുകൾ താണ്ടാനുള്ളതാണ്. ഇപ്പോഴേ ഇത് വേണമായിരുന്നു. അതെ, വന്നേ. ഞാൻ ഈ പണി തുടങ്ങിയിട്ട് കാലം കുറയായി. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടോ? ഉണ്ടോന്നോ? 2 മാസം മുമ്പിലത്തെ സംഭവമായിരുന്നോ? അപ്പോൾ ഞാൻ തക്ക സമയത്ത് കണ്ടതുകൊണ്ട് ഓപ്പോസിറ്റ് വന്ന ഷിപ്പുകാർ രക്ഷപ്പെട്ടു. കൂടെ ഞാനും. അത് പിന്നെ ഏത് പോലീസുകാരനും അബദ്ധം പറ്റും. ഓ, അപ്പൊ പല പ്രാവശ്യം അബദ്ധം പറ്റുന്നയാളുടെ പേരാണ് ഈ ക്യാപ്റ്റൻ. കൂടുതൽ കോമഡി വേണ്ടാട്ടോ. അത് ഞങ്ങളുടെ ക്യാപ്റ്റന്മാരുടെ ഒക്കെ ജീവിതത്തിൽ നടക്കും. ആ, ഇന്ന് നമ്മുടെ ഷിപ്പിലൊരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നത്. വല്ലോ സിനിമാ നടിയാണോ സാറേ? അങ്ങനെ പറയാം. നമ്മുടെ കോഴിക്കോട്ടുകാരൻ അബ്ദുൾ ഹാജിയുടെ മകൾ ഐഷ, ഐഷയുടെ കൂട്ടുകാരി നിഷ, പിന്നെ ഒരു സെക്യൂരിറ്റിയോ അല്ല ബ്ലാക്ക് കാറ്റോ ബോഡി ഗാർഡും ഉണ്ട്. ആഹാ, വലിയ സെറ്റപ്പ് ആണല്ലോ. എന്തായാലും വരട്ടെ, നോക്കാം. കൂടുതൽ നോക്കേണ്ടാന്ന് ഞാൻ ഇപ്പൊ 2 പേരോടും പറയുക. ബോഡി ഗാർഡ് വെറുതെ പണിയുണ്ടാക്കരുത്. തട്ടത്തിൻ മറയത്തെ പെണ്ണെ, നിൻ കണ്ണിലെന്നെ ഞാൻ കണ്ടേ. വെൽക്കം ടു ഓട്ടീസ്. നൈസ് ടു മീറ്റ് യു. ഓ, ഇയാൾ നശിപ്പിച്ചു. പഴയ ജോലി ഇതുവരെ മറന്നിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് വെൽക്കം ടു ടൈറ്റാനിക്. നൈസ് ടു മീറ്റ് യു. ഹലോ ക്യാപ്റ്റൻ, ഹൗ ആർ യു? ഫൈൻ, വെൽക്കം അബോർഡ്. അയ്യോ, ബോർഡുണ്ടോ? ഞാൻ മറന്നുപോയല്ലോ. ഈ കപ്പൽ തന്നെ സ്കൂളുണ്ടോ? ഓ, ഞാൻ പിന്നെ തുടങ്ങി. അയ്യേ, സ്വാഗതം പറഞ്ഞാണോ? അങ്ങനെയാണെങ്കിൽ ക്യാപ്റ്റന് കൊള്ളാം. അല്ല പിന്നെ എന്നോടാ കളി? ഒന്നും ഉണ്ടായിരിക്കണോ? ഡോണ്ടു. ദേ കുട്ടികളെ, നിലയില്ലാത്ത കടലാണിത്. നമ്മൾ കപ്പലിന്റെ നടുക്ക് മാത്രം നിന്നാൽ മതി. അല്ലാതെ സൈഡിൽ എങ്ങനെ പോയി നിന്ന് കപ്പലിൽ നിന്ന് വീണ് എനിക്ക് വല്ല പണിയുണ്ടാക്കി വെക്കരുത്. മനുഷ്യനാണെങ്കിൽ നീന്താനും അറിയും. ടെസ്റ്റ് ബോഡി ഗാർഡ്. ഐഷമോളെ ഇതിനോടൊന്നും മിണ്ടായിരിക്കാൻ പറയുമോ? അതെ, അവൾക്ക് എന്നോടൊരു ഇതുണ്ട്. അതിനൊന്നും എന്നെ കിട്ടില്ല. അതുകൊണ്ട് എന്റെ പുറകെ തന്നെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. ശ്യാമാംബരം പുൽകുന്നൊര വെൺചന്ദ്രനായി നിൻ പൂമുഖം. ശ്യാമാംബരം പുൽകുന്നൊര. അതെ, അവിടെ നിന്ന് എങ്ങോട്ടാ? ഇന്ന് KSRTC ബസ്സാണെന്നാണ് വിചാരം. ബസ്സോ? ഞാനിത് ഷിപ്പിൽ വെച്ചിട്ട് കയറിയത്. ബസ്സോ?
മനസ്സായോ? മനുഷ്യന് കൺഫ്യൂഷൻ ആക്കാൻ ഞാൻ ഉദ്ദേശിച്ച ടിക്കറ്റ് ഉണ്ടോന്നാ? ഓ, അത്രേ ഉള്ളൂ. ഉണ്ടായിരുന്നോ? സമാധാനായാലോ? എന്തുവാണ് എന്റെ പേര്? വിനോദ്. പിന്നെ ഈ വിളി ഒന്നും വേണ്ട. എന്തെങ്കിലും പോയി ഓരോ അറിയോ വന്നോളൂ. ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ സമയം. ഫോളോ മീ. എന്താണ് ചെയ്തത്? ചാടുവാണോ? അതോ എനിക്കുപോലെ വട്ടാണോ? വട്ടോ? അല്ലടോ, ഞാൻ ശരിക്കും ആത്മഹത്യ പോവാ. ഈ സെഞ്ചുറിയുടെ ബെസ്റ്റ് തമാശ. അല്ലടോ, ഞാൻ ശരിക്കും ചാവാൻ പോവാ. തനിക്കറിയില്ല എന്റെ മനോവേദന. ഞാൻ ഉദ്ദേശിച്ചത് കണ്ട നല്ല വീട്ടിലെ കൊച്ചാണെന്ന് തോന്നുന്നല്ലോ. എന്താണ് പ്രശ്നം? ഞാൻ നേരെ കഴിയുകയാണ്. ജീവിതം മടുത്തു. എന്റെ വിഷമത്തിൽ നിന്ന് ഒരിക്കലും ഒരു മോചനമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. എനിക്കിനി ഭാരം താങ്ങാൻ വയ്യ. എന്താണോ ഈ സെഞ്ചുറിയിൽ എന്റെ പ്രായത്തിലുള്ള വേറെ ആരെങ്കിലും മോഡൽ സഹിക്കാൻ നടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ എത്ര കാര്യം പറഞ്ഞിട്ട് എന്റെ ബാപ്പ എന്നെ സമ്മതിക്കുന്നില്ല. ഈ തട്ടോട്ടോ നടക്കുന്ന കണ്ടില്ലേ? എന്തൊരു നല്ല മുടി എന്റേത്. ഒരു ഫാഷന് കൊണ്ട് നടക്കാനും പറ്റുന്നില്ല. ഓ, എന്നെ അങ്ങ് കൊല്ല്. ഒരു ഒറ്റ വീക്ക് വെച്ചതാണല്ലോ. വെറുതെ വെച്ചിട്ട് കണ്ടിന്യൂ ഒന്ന് വേസ്റ്റ് ആക്കി. ഞാനോർത്ത് ഇവിടെ പറഞ്ഞപ്പോ വലിയ ആരെ കാര്യമായിരിക്കുന്നു. എവൾക്ക് വട്ട്. ഞാൻ പണം മാറി. എനിക്ക് ഒരിക്കലും എന്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല. കുട്ടി, ഞാൻ ഉദ്ദേശിച്ചത് ആ തട്ടുണ്ടല്ലോ, എന്നാ ഭംഗിയാണെന്നറിയാവോ? പിന്നെ ആ തട്ടത്തിനകത്തുള്ള കുട്ടീനെയും ശരിക്കും അമ്മച്ചിയാണ്. ടൈറ്റാനിക് ഷിപ്പിന്റെ വരാന്തയിലൂടെ ഞാൻ ഐശ്വര്യൊപ്പം നടന്നു. കൊച്ചി കടാപ്പുറത്ത് മാത്രം അനുഭവിച്ചു വരുന്ന ഒരു വൃത്തികെട്ട മണം ഞങ്ങളെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചത് ഇനി ഈ പരിസരത്തേക്ക് വരേണ്ട പ്രശ്നമില്ല. അതിനോടൊപ്പം ഞാൻ വേറൊരു തീരുമാനം എടുത്തു. ഇവളെയും കെട്ടി ഇവളുടെ ബാപ്പയുടെ സ്വത്തും പഠിച്ചു. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാദ്രം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാദ്രം. ഉലയുന്നുണ്ടെൻ നെഞ്ചകം അവളീ മണ്ണിൻ വിസ്മയം. ഇനി എന്റെ മാത്രം. താനായിരുന്നോ? ഇടോ, തനിക്ക് ഹാജിയുടെ മോളെ വേറെ ആരും പ്രേമിക്കാൻ കിട്ടിയില്ലടോ. ആദ്യം ചോദിക്കും താനാരാണോ? ഞാനാരാണോ? ഈ ഞാനാരാണെന്നോ പറഞ്ഞ പോലെ ഞാൻ ആരാ? ആ കിട്ടി. ഞാൻ ബോഡിഗാർഡാണ്. താൻ ബോഡിഗാർഡാണെങ്കിൽ എനിക്കൊരു പുല്ലാണ്. ഗ്രാസ് അത്രയ്ക്കാണ്. ഐഡിയ ഇത് ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. ഈ ഷിപ്പിൽ എനിക്കല്ലാതെ വേറെ ഒരുത്തരും വഴക്കുണ്ടാക്കാൻ സമ്മതിക്കില്ല. രണ്ടുപേരും കൂടുതൽ കളിച്ചിട്ടുണ്ടല്ലോ. നിനക്കൊന്നും എന്നെ ശരിക്കും അറിയില്ല. ഞാൻ തനി ഫ്ലോർ ഞാൻ തനി തെറയാണ് തെറ. കൂടുതൽ കളിച്ചിട്ടുണ്ടല്ലോ. ഞാൻ എന്നെ തന്നെ ഷിപ്പിൽ നിർത്തത് കൂടിപ്പോയി. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെ രണ്ടെണ്ണത്തിനെ ഞാൻ വലിച്ചറിയും. നിങ്ങൾക്ക് തീറ്റയാണ്. ക്യാപ്റ്റൻ, അവിടെ വലിയൊരു ഐശ്വര്യ.
നല്ല കാര്യം. നീ അങ്ങോട്ടൊന്ന് എന്റെ ക്ലാസ്സിലിട്. ഞാൻ അന്വേഷിച്ചു നടക്കും. താനൊക്കെ എവിടുത്തെ കപ്പിത്താനാണോ? പൊന്ന് കപ്പിത്താനെ, ഞാൻ ഉദ്ദേശിച്ചത് ഐസ്ബർഗ് ആണെന്ന. എന്റെ പള്ളി, നമ്മൾ ആര് പഠിക്കുന്നത്? നമ്മൾ ഒന്നിച്ചത് ഇത് സദയം നേരിടുന്നു. കൈകാലം പറിക്കണു. എന്റെ പൊന്ന് ക്യാപ്റ്റൻ, ഇങ്ങനെ പേടിക്കാതെ നമുക്ക് പെട്ടെന്ന് പോയി നോക്കാം. വാ. കപ്പല് മുങ്ങിപ്പോയി. അതല്ല, വിനോദിന് വശിക്കെന്താ പറ്റിയേ? ആ, അവരുടെ കാര്യം പറഞ്ഞ പറഞ്ഞു തരുന്നത്. വിനോദേരൻ. വിനോദേട്ടന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ ലവ് സ്റ്റോറി കേൾക്കാൻ എന്ത് രസമാ. എന്ത് രസം? എവിടുത്തെ രസം? ആ പ്രേമക്കാരുടെ ജീവിതം പിടിച്ചോറേ. അതെന്താ ചേട്ടാ, നിങ്ങൾ ഇത്രയും സ്നേഹിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് എങ്ങനെയായോ? ആര് എവിടെ സ്നേഹിച്ചു? ആ യക്ഷി എന്റെ ജീവിതം തെറിച്ചു. ഓ, പറഞ്ഞ തീർന്നില്ല. ദേ വരുന്നു അവിടെ മറ്റവനും. ഏത് മറ്റവൻ? മണ്ണും ചാരി നിന്നവൻ പെണ്ണിനെയും കൊണ്ട് പോലും എടുത്തില്ലേ? ബോഡി ഗാർഡ് എന്ന് പറഞ്ഞ് ഈ ദ്രോഹി നടന്നിട്ട് ഞാൻ എത്രയും സ്നേഹിച്ചിട്ട് പെണ്ണിനെ അവൻ തട്ടിക്കൊണ്ടുപോയി. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം, കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും, അയ്യോ കാക്കച്ചി കൊത്തി പോകും.